എങ്ങോട്ടാ എങ്ങോട്ടാ പോവാ. എൻ്റെ ഫാമിലിയുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് മലേഷ്യൻ ട്രിപ്പ്. നമ്മളിപ്പോൾ കൊച്ചിൻ ട്രിവാൻഡ്രത്തേക്ക് രാവിലെ പോകുന്നു ബൈ ട്രെയിൻ. പിന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അവിടെ നിന്ന് നേരെ ക്വാലാലംപൂർ എയർപോർട്ട്. ക്വാലാലംപൂർ എയർപോർട്ട് എത്തി നമ്മൾ. പക്ഷേ ടീം മെമ്പേഴ്സിനെ ആരെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായില്ല. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ട് വെച്ചിട്ടാണ് എല്ലാവരെയും മീറ്റ് ചെയ്തത്. ആരൊക്കെയാണ് എന്താണെന്നൊന്നും അറിയില്ല, ഇനി പരിചയപ്പെടണം. അപ്പം നമ്മൾ നേരെ നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ടായിരുന്നു, ട്രാവൽസിൻ്റെ ബസ്സും കൊണ്ട്. ഗൈഡിൻ്റെ പേരായിരുന്നു വൺ. ഹർ നെയിം ഈസ് വൺ. എല്ലാം നല്ല രീതിയിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കര ഹാപ്പി ഫേസ് ആയിട്ടുള്ളൊരു ഗൈഡായിരുന്നു. Okay, good morning everyone. About Silicon Valley. Have you heard about Silicon Valley? നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി നേരെ 1 hour ജേർണി ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. മസാല ദർബാർ ഇന്ത്യൻ, ഞാൻ കാണിച്ചുതരാം. ഇന്ത്യൻ ഹോട്ടലാണ്. കിഴിപ്പൊറോട്ടയിൽ നിന്നൊരു മോചനം. നെഹി മലേഷ്യ ഇതൊക്കെ തന്നെ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോണേ? മലേഷ്യയിൽ എത്തിയല്ലോ. ഇനി സിം എടുക്കാൻ പോവാ. സിം എടുക്കാനാ പോണത്. അവിടെ പോണത്. അവരുടെ സ്ട്രീറ്റ്സും റോഡ്സും എല്ലാം വളരെ ക്ലീൻ ആയിരുന്നു. അതിൻ്റെ മോർണിംഗ് തന്നെ അതിൻ്റെ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ സ്ഥലങ്ങളും നല്ല ക്ലീൻ ചെയ്ത് ഒരു ഏരിയയിൽ പോലും നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്തതായിട്ട് കാണുന്നില്ല. Village, but it become a town. This is our hotel, right? Yeah, this is your hotel on your right side. Okay. ട്രാവൽ ഏജൻസി നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. റീഗൽ പാർക്ക് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നമ്മൾ അത്യാവശ്യം നല്ല റൂമൊക്കെ തന്നെയായിരുന്നു. നമ്മുടെ വിൻഡോ എന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമായിരുന്നു. വാർഡിസൺ മെർഡേക്ക ടവറാണ് വൺ ഓഫ് ദി ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ മലേഷ്യ. On the bottom there is a Arab restaurant. Alright. Okay, but hey, fast. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നമ്മുടെ ഫസ്റ്റ് സൈറ്റായിട്ടുള്ള തിയാൻ ഹൗ ടെമ്പിളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ മാസു എന്ന് പറയുന്ന ഒരു ഗോഡസിനെയാണ് ഇവർ, അതായത് ദ ഗോഡസ് ഓഫ് ദ സീ ബിലീവ് ചെയ്യുന്നത്. ആക്ച്വലി ഫിഷർമാനെയും സെയിലേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗോഡസ് ആണെന്നാണ് ഇവരുടെ വിശ്വാസം. ടെമ്പിളിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചൈനീസ് ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത്.
നമ്മുടെ നാട്ടിലത്തെ അമ്പലങ്ങളിലല്ല വീടുകളിൽ നമ്മൾ കത്തിക്കുന്ന ഒരു അഗർബത്തി ടൈപ്പ് ഓഫ് സംഭവമാണ്. അവരത് ആ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. ജോ സ്റ്റിക്ക് എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ പ്രാർത്ഥിച്ച ഈ ഒരു സംഭവത്തിൽ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ പിങ്ക് കളറിൽ ദീപം പോലത്തെ അത് കത്തിച്ചിട്ടുമാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി ടെമ്പിളിൻ്റെ ഉള്ളിലത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗോഡസാണുള്ളത്. ഗോഡസ് ഓഫ് സീ, ഗോഡസ് ഓഫ് മേഴ്സി, ഗോഡസ് ഓഫ് വാട്ടർ ഫ്രണ്ട്. അങ്ങനെ 3 ദൈവങ്ങളാണ് ടെമ്പിളിൽ ഉള്ളത്. ടെമ്പിളിനുള്ളിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോസ്റ്റിക്ക് ഒരു 3 തവണ ആ ഒരു സ്റ്റിക്ക് മേളിൽ നിന്ന് ഇതുപോലെ താഴേക്ക് ഇങ്ങനെ ഇടുക. അതിൽ പൊങ്ങി നിൽക്കുന്ന സ്റ്റിക്കിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ സൈഡിൽ കാണുന്ന ആ ഒരു ലോക്കിൻ്റെ അവിടെ ആ നമ്പറിൻ്റെ ഉത്തരം ഉണ്ടാവും. അതായത് നമ്മുടെ സുവിശേഷപ്പെട്ടിയൊക്കെ പോലെയുള്ളൊരു സംഭവമാണ്. ഫോർച്യൂൺ, നമ്മൾ പ്രാർത്ഥിച്ച കാര്യത്തിൻ്റെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ നമുക്കത് റിട്ടേൺ ആയിട്ട് അതിൻ്റെ അകത്ത് സ്ലിപ്പ് ഇന്ന് വായിച്ചെടുക്കാം. അത് പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വിശ്വാസം. ടൈഗറെ പിടിക്കേ. ടെമ്പിൾ വിസിറ്റിങ്ങിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്ഥലം പ്ലാൻ ചെയ്തേക്കുന്നത് KLCC അക്വേറിയമാണ്. അങ്ങോട്ടേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. കൺവെൻഷൻ സെൻറ്റർ, അതായത് ക്വാലാലംപൂർ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ഓഷ്യനേറിയമാണ് ഈ അക്വേറിയ KLCC. മീമിനെ കാണാൻ പോവാ പറയും. ഞങ്ങള് മീമിനെ കാണാൻ പോവാ. അക്വേറിയ. ധീരു, അത് ആരാ? ആരാ ധീരു? ധീരു സൂപ്പർ സൂപ്പർ. വാ 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 വാ. അതാണ് കുഴപ്പം. അക്വേറിയ KLCCയിൽ 250 വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. 5000-ൽ മുകളിൽ ഉള്ള അക്വാറ്റിക് ലാൻഡ് ആൻഡ് അക്വാറ്റിക് ആനിമൽസിനെ നമുക്കവിടെ കാണാൻ പറ്റും. ആക്ച്വലി ചാവക്കാട് ഇതുപോലൊരു മറൈൻ വേൾഡ് ഉണ്ടായിരുന്നു. ഇന്ത്യാസ് ലാർജസ്റ്റ് ആണ്. അവിടെയും ഏകദേശം നല്ല സിമിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം മലേഷ്യയിൽ വന്ന് ഇത് കാണാൻ സാഹചര്യം ഇല്ലാത്തവർ അവിടെ പോയി അത് വിസിറ്റ് ചെയ്യണം മസ്റ്റായിട്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം തോന്നും. കാരണം ഷാർക്കിനെയും ഇതൊന്നും നമുക്ക് അടുത്ത് കാണാനായിട്ട് പറ്റാത്ത സംഭവങ്ങളാണ്. അപ്പോൾ അത് പോയി വിസിറ്റ് ചെയ്യുക എല്ലാവരും. Nearby if you need assistance.
you for choosing Aquaria KLCC as a place of visit today. Have a good day, everyone. നീരുവിന് ചിരിച്ചു കാണിക്കണ്ടോ? ചിരിച്ചു കാണിക്കണ്ടോ നീരു? അക്വേറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ നേപ്പാളി മല്ലു കപ്പിൾ സോയി ആൻഡ് അപ്പു അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ട പാടെ തന്നെ ഞങ്ങൾ പോയിട്ട് സംസാരിച്ചു, പരിചയപ്പെട്ടു. താഴെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണിത്. പെട്രോണാസ് ട്വിൻ ടവർ കാണാം. അത് ഫുള്ള് KLCCയുടെ കോമ്പൗണ്ട് തന്നെയാണ്. ഒരു 100 ഏക്കറിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു KLCC എന്ന് പറയുന്ന സംഭവം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഓഫീസ് സ്പേസ് ഉണ്ട്, ഷോപ്പിങ്ങിനുള്ള മോൾ ടൈപ്പ് ഓഫ് അങ്ങനത്തെ കുറച്ച് ബിൽഡിങ്സ് ആണ്. ഒരു 100 ഏക്കറിലാണ് ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റി ഇൻസൈഡ് എ സിറ്റി എന്നാണ് അതിന് പറയപ്പെടുന്നത്. നമ്മുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ട്വിൻ ടവറിൻ്റെ താഴെ ഞങ്ങൾ എത്തി. ആക്ച്വലി ഈ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി നേരം KLCCയുടെ ഉള്ളിൽ തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒത്തിരി മണിക്കൂറുകളോളം നമ്മൾ സ്പെൻഡ് ചെയ്തു. കാരണം റൂമിൽ പോയിട്ട് വരാനുള്ള ഒരു സാവകാശം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു ആക്ച്വലി ഈ ലൈറ്റുള്ള ട്വിൻ ടവർ കാണാൻ വേണ്ടിയിട്ട്. 88 നിലകളും 78 ലിഫ്റ്റുകളും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. വേൾഡ്സ് ടാളസ്റ്റ് ബിൽഡിംഗ് ആണ് പെട്രോണാസ് ടവർ ടിൽ 2004 കഴിഞ്ഞപ്പോഴാണ് തായ്പേ 101 ഉണ്ടാക്കിയത്. അപ്പം അതിന് മുന്നേ വരെയൊക്കെയുള്ള ലിസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പെട്രോണാസ് ടവർ ആണ് വേൾഡിലെ ഏറ്റവും ടാളസ്റ്റ്. KLCCയിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കിങ്സ്റ്റൺ ഹോട്ടലിലേക്ക് വന്നു. നമ്മുടെ ടൂർ പാക്കേജിൽ തന്നെ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഹോട്ടലാണ്. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോങ് ആയിരുന്നു, എന്നാലും ഫുഡ് നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. ബാക്കി വിശേഷങ്ങൾ നാളെ.